ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലല്ല, എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ രാത്രി വന്നതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇവള് താമസിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ഇത് കൊടുങ്ങല്ലൂരാണ് നമ്മളിവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഒരുപാട് പണികൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം ഞാൻ പറഞ്ഞതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഒതുങ്ങി ഇവക്കടെ വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഞാൻ രാവിലെ തന്നെ കോലും പിടിച്ചുകൊണ്ട് ഇറങ്ങിയേക്കാറുണ്ട് ഇവർ പറയുന്നത്. ഞാനൊരു പണി എടുക്കൂല എന്നൊക്കെയാണ് പറഞ്ഞേക്കര്. എന്താണ് എല്ലാവരും കാണിക്കണേന്ന് നമുക്ക് നോക്കാം. കിച്ചണിൽ എന്താ പണിയെന്ന് അറിയണമല്ലോ. ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്താ ഇവിടെ ഉണ്ടാക്കണ്ടേ നോക്കണം. നീ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കണത്? പറാടി എന്താണ് ഉണ്ടാക്കണത്? അവർ കേട്ടില്ല. മുട്ടക്കറിയും വെള്ളയപ്പവും അപ്പം ചൂടൻ നോക്കാം എങ്ങനെയാണ്. നല്ല അപ്പം ഇടാം, സൂപ്പർ വെള്ളയപ്പം, പിന്നെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണ് വീണ്ടും അപ്പം ചൂടാൻ പോകുന്നത് കേട്ടോ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അവൾ ജസാനെ മദ്രസയിൽ വിടാൻ വേണ്ടി പോയേക്കാം കേട്ടോ. അപ്പോൾ അവൾ എണീറ്റിട്ടില്ല. അപ്പോൾ അതിനെ എണീപ്പിച്ച് റെഡിയാക്കി മദ്രസയിൽ വിടണമല്ലോ, അതൊരു പണി തന്നെയാണ്. അവൾക്കാണെങ്കിൽ ഇത്തിരി മടിയുണ്ട്. ഞങ്ങളൊക്കെ വന്നേക്കണ കാരണം പോണോ മമ്മി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാണ്ട. നല്ല വിഷമമുണ്ട് കേട്ടോ മുഖത്ത്. ഉസ്താദിൻ്റെ അടുത്ത് നേരത്തെ വിടാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിനെ റെഡിയാക്കിയത് വിട്ടുകൊണ്ടിരിക്കാണ്ട. അങ്ങനെ ജസ പോയി കഴിഞ്ഞപ്പോൾ ഉമ്മമാരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ ഇടാനായിട്ട് രാവിലെ തന്നെ ഒരാൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് കരിക്കിടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേ ജസ മദ്രസ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കരിക്ക് വെട്ടി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. എന്നെയാണ് എത്തിച്ചേക്കുന്നത്. എനിക്കാണെങ്കിൽ എവിടെ കരിക്ക് വെട്ടണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതേ ആ സ്റ്റെപ്പിൻ്റെ സൈഡിലിട്ട് കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ അവൾക്ക് കരിക്ക് വേണമെന്നും തിന്നാൻ വേണമെന്നും കരിക്ക് വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കരിക്ക് വെട്ടല്ലേ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അത് കരിക്കൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഇതിന് ഒരു കഷ്ണം കടിച്ചെടുത്ത് തിന്നുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഈ കരിക്ക് ജ്യൂസ് അടിക്കാമെന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഒന്നിച്ചിട്ട് അങ്ങ് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി കഴിക്കാമല്ലോ. അങ്ങനെ ഇതേ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും വന്നു മീൻകാരൻ. അപ്പം നല്ല ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടണത്. നമ്മുടെ ഇവിടെ കിട്ടണ പോലത്തെ മീൻ നല്ല സൂപ്പർ മീനാണെന്നാണ് അവൾ പറയാറ്. എന്തായാലും നല്ല മീനാണ്. ചീഞ്ഞ മീനൊന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അവർ കടലോര പ്രദേശമായതുകൊണ്ട് നല്ല മീനാണ് കിട്ടുന്നത് എപ്പോഴും പറയാറുണ്ട്. അപ്പം മീൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും കരിക്ക് അവിടെ കുത്തിയെടുത്ത് കരിക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിക്കാണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും മീൻകറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ജ്യൂസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കൈ കുത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും അവക്കടെ കയ്യിലൊരു കുത്ത് കിട്ടി. അതിൽ നിന്ന് ചോരയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ജ്യൂസ് അടിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവക്കടെ കൊച്ചാപ്പാടെ മോളാണിത്. അവൾ വന്നേർന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞവിടെ പിടിച്ച് നിർത്തിയേക്കാണ്. അങ്ങനെ അത് അവൾക്ക് വേണ്ടി മാങ്ങ കട്ട് ചെയ്തതാണ്. അതിൽ നിന്ന് ഒരു കഷ്ണം ഞാനും എടുത്തങ്ങോട്ട് കഴിച്ചു. അപ്പോൾ അത് കരിക്കിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജ്യൂസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മയാണ് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ഐസൊക്കെ വാരിയിട്ടിട്ടുണ്ട് അതിലേക്ക്, നല്ല തണുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാനാണ് അതിൻ്റെ ടെസ്റ്റർ. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ, സൂപ്പർ ജ്യൂസ്. അപ്പോൾ അത് ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉമ്മാക്കും കൊടുത്തപ്പോൾ ഉമ്മായും നല്ല അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജസമോക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവളെ സൂപ്പറാന്ന് പറഞ്ഞേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ മുന്തിരി ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എന്തോരം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവൾ വന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കതൊക്കെ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ മുന്തിരി നോക്കിയിട്ട് പിന്നെ കിച്ചണിൽ പോയി കുറച്ച് പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം പരിചയപ്പെടാം അല്ലേ. ഇവിടെ എന്തൊക്കെയാ ഫുഡിന് നമുക്ക് നോക്കാം കേട്ടോ ഉച്ചക്കത്തേക്ക്. അതായത് ചിക്കൻ ഐറ്റംസ് ഒന്നും അല്ല. നമുക്കോട് ചോദിക്കാം, എടി ഇന്ന് എന്താടി സ്പെഷ്യൽ നീ ഉണ്ടാക്കിയേക്കണത്? മോരുകറി, സാലക്കറി, നീ ആലോചിക്കണേതിനാ? ഇല്ല. അപ്പൊ നമുക്കത് ടേബിളിൽ കാണാം. അങ്ങനെ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ കറി, പല 2 ടൈപ്പിലുള്ള മീൻ കറി ഉണ്ട്, പിന്നെ ഒലത്ത്, പിന്നെ എന്തെന്നാ മീൻ പൊരിച്ചത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ ഇഷ്ടം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ബീച്ചിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീച്ച് എത്തിയിട്ടുണ്ട്. അഴീക്കോട് ബീച്ചാണ് കേട്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് റോഡിൻ്റെ കുറച്ചും കൂടി നീക്കി വേണം കാർ ഇടാനായിട്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ റോഡിൻ്റെ സൈഡിലിട്ടിട്ട് പയ്യെ നടന്ന് പോകുന്നതാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീച്ചിൻ്റെ ഫ്രണ്ട് വശം എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സൈഡിൽ കൂടെ കയറി പോകാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് കയറുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ഒക്കെ ഇവിടെ ഉണ്ടാവുമെന്നും പറഞ്ഞാണ് ഈ ഫ്രണ്ടിലൂടെ പോകുന്നത്. നമ്മൾ സാധാരണ സൈഡിൽ കൂടെ ചാടിക്കിടക്കലാണ് പതിവ്. അപ്പോൾ ഇതിലെ വരുമ്പോൾ ഒരു സൈഡിൽ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ നമുക്ക് കുറേ കാണാനുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കട്ടെ. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഫെസ്റ്റിവൽ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വന്നു. പതിയെ അതേ വാപ്പി അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഒട്ടകത്തിനെ റെഡിയാക്കിയിട്ട് അപ്പോൾ കുതിരയും ഒട്ടകമൊക്കെ ഇങ്ങനെ സവാരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അയാൾ വേഗം ഒട്ടകത്തിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഒട്ടകത്തിനെ റെഡിയാക്കുന്ന ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഒട്ടകത്തിനെ റെഡിയാക്കുന്നത് കാണുന്നത്. അങ്ങനെ അതിന് ഡ്രസ്സൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒട്ടകത്തിനെയൊക്കെ റെഡിയാക്കി എനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളത് കണ്ടത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതേ സൈഡിലായിട്ട് 2 കുതിരേനെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിലും കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടി നടന്നു വരുമ്പോൾ കടലിൻ്റെ ഉള്ളിലേക്കായിട്ട് കുറച്ചൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. സൈഡിൽ ചീനവലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണി സമയമായതുകൊണ്ട് നല്ല വെയിലാണ് കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു 5 മണി സമയത്തിലൊക്കെ വന്നാലാണ് നമുക്ക് നടക്കാനൊക്കെ നല്ല ഇത് വരുള്ളൂ. ഇത് ഭയങ്കര വെയിലാണ് കേട്ടോ. ഒരാൾ ഈ സൈഡിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. നല്ലൊരു ഫോട്ടോഗ്രാഫറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞങ്ങളപ്പോൾ പയ്യെ പിള്ളേരും ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ കേട്ടോ. ഉമ്മമാരൊന്നും വന്നില്ല, കാരണം ഭയങ്കര വെയിലാണ് കേട്ടോ. കുറച്ച് ദൂരം അവർ ഞങ്ങളോടൊപ്പം നടന്നു വന്നു. പിന്നെ അവരവിടെ ഇരുന്നോളാം, ഞങ്ങളുടെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെന്നാൽ കുറച്ചൊന്ന് വീഡിയോസൊക്കെ എടുക്കാൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോണത്. സൈഡിൽ കൂടെ ബോട്ടൊക്കെ പോകുന്നത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതൊരു 5 മണിക്ക് വരാണെങ്കിൽ ഭയങ്കര കാറ്റുണ്ടല്ലെങ്കിലും പക്ഷേ നല്ല രസമായിരിക്കും. ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് നല്ലോണം കാണാനൊക്കെ പറ്റും കേട്ടോ. ഒറ്റ നേരം നിന്നുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പയ്യൻ കൂടി പോകുന്നു, കാരണം ഒട്ടും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതേ സൈഡിൽ നിന്ന് തൊട്ടിയാട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഉമ്മമാരെയൊക്കെ അന്വേഷിച്ച് ഇങ്ങോട്ട് പോകുന്നത് എന്താ, ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കുന്നത്, നാരങ്ങ വെള്ളം, ഉപ്പ് സോഡ സർബത്തൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവരെ കണ്ണെങ്ങനെയാണ്. പിന്നെ ഞങ്ങളും അതിൻ്റെ കൂടെ ചേർന്ന് 2 ഗ്ലാസ്സൊക്കെ കുടിച്ചിട്ട് ഞങ്ങളും പയ്യൻ കൂടി പോകുന്നു കേട്ടോ. പിന്നെ അവിടെ കാണുന്നിടത്ത് എല്ലായിടത്തും ഇങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ. ഓരോ ചെറിയ കടകളുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ചെന്നാലും വിശപ്പും ദാഹം ഉള്ളത് കൊണ്ട് എല്ലായിടത്തുനിന്നും മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. ഏത് കടയിൽ കയറിയാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. എന്തായാലും അടിപൊളിയാണ് സംഭവം. അവർ അടിപൊളിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പയ്യെ അതും കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്തോന്നാ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പയ്യപ്പം ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ജസാക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് എന്തോ സ്പ്രിങ് പൊട്ടറ്റോ, അങ്ങനെ അതും അവിടെ നിന്ന് അവർക്കും മേടിച്ചു കൊടുത്തു. പിന്നെ അവിടെ എന്തോ മൃഗങ്ങളുടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സൂ പോലെ ഇരിക്കണത്. എന്നാൽ അവിടെയും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പയ്യെ കയറാൻ കേട്ടോ. എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല കേട്ടോ. അകത്ത് എന്നാലും അറിയാമല്ലോ ഒറിജിനലാണോ ഇനി ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കയറുമ്പോൾ അറിയാട്ടെ. പിന്നെ കയറുമ്പോൾ തന്നെ അവിടെ എന്തോ ഒരു പ്രേതത്തിൻ്റെ പോലത്തെ എന്തോ സൗണ്ടൊക്കെ ആയിട്ട് ഒരു സംഭവം ഉണ്ട്. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല, ഇരുട്ടായതുകൊണ്ട്. അതും കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പം പണി മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്. ഒറിജിനൽ അല്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് മൃഗങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. പിന്നെ ആകെ കണ്ടത് ഇതാണ്ട പാമ്പിനെ വേണമെങ്കിൽ അവർ കഴുത്തിലിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എക്സ്ട്രാ പൈസ വരും. തൊടണേന് പൈസ ആവില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നാൽ തൊട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പയ്യെ തൊട്ടുകൊണ്ടിരിക്കാണ്ട്. എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും തൊടാൻ നിന്നില്ല കേട്ടോ. പിള്ളേരുകളെല്ലാവരും ഇതേ പയ്യെ ഒന്ന് തൊട്ട് നോക്കണ്ടിട്ടാ. കഴുത്തിലിടണമെന്ന് വെച്ചാൽ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതേ ചെറിയ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടിൽ. പിന്നെ ഞങ്ങൾ അതും കണ്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നിന്ന്. പിന്നെ ഒരു ഓപ്പൺ ജിം ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട്, ആ വഴിയിലായിട്ട്. അങ്ങനെ അതിലും കയറി പിള്ളേരൊക്കെ കയറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണേ. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് നേരം നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. കുറേ നേരം അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന നോക്കിയിട്ട് നിന്ന്. അപ്പോൾ അവക്കടത്തെ ഉമ്മായും കയറി ഒരെണ്ണത്തിലേക്ക് നിന്ന്. പുള്ളിക്കാരി നല്ല എനർജറ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു സൈഡിലായിട്ട് നിറയെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ മരങ്ങളുടെ വ്യൂ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ കുറേ നേരം അതിൻ്റെ അടിച്ച് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്നു. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് സന്ധ്യയായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് നീങ്ങി കേട്ടോ. അങ്ങനെ ഇതേ കണ്ടില്ലേ ഒരു സൈഡിലായിട്ട് പാർക്കുണ്ട്, ചെറിയ കുട്ടികളുടെ പാർക്കൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഞങ്ങളിതേ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് പയ്യെ അങ്ങോട്ട് പോന്നു. അങ്ങനെ പിറ്റേന്നായി കഴിഞ്ഞപ്പോഴേ ജസായും ഞാനും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങിയേക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ഉച്ചയായി. ഇപ്പോൾ അടുക്കളയിലെത്താ പണിയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഉമ്മ അടുക്കളയിൽ എന്താ ചെയ്യണേ നമുക്ക് നോക്കാട്ടാ. ഉമ്മയുടെ ബിരിയാണിയുടെ പണി ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ബിരിയാണിയുടെ പണി അതെ, ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിച്ച് കുറച്ച് ഇറച്ചിട്ട് ചൂടായിപ്പ. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചോറിട്ട് ഇത്തിരി വറുത്തത് മിക്സ് ചെയ്തത് ഇടാം. ഇതിൻ്റെ മീന് പുതിന മല്ലിയല് കുറച്ചിട്ടിട്ട് അതിൻ്റെ മീന് ഇറച്ചി കുറച്ചിടാം. ഇങ്ങനെ ഇട്ടാല് നമുക്ക് ഇറച്ചി നുറുങ്ങാണ്ടും ഇതാകാണ്ടും
ടേസ്റ്റിന് ചോറ് ടേസ്റ്റിന് നമുക്ക് കിട്ടുള്ളൂ. ഒഴിക്കാം, കളർ ഒഴിക്കും. ഞാൻ കളറൊന്നും ഒഴിക്കാറില്ല ബിരിയാണിയിൽ. അങ്ങനൊന്നും ഞാൻ ചെയ്യില്ല. ഒരു കളർ ഒഴിക്കും പാചകം ചെയ്യില്ല. ഉമ്മ എല്ലാം നാച്ചുറൽ ആയിട്ട് ചേർത്ത് കളറൊന്നും ചേർത്തിട്ട് കഴിഞ്ഞാൽ കൊള്ളില്ല എന്നാണ് ഉമ്മ പറയണത്. അതാണ് അതൊന്നും ചേർക്കാറില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ഉമ്മയുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ. അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്കൊരു വിളമ്പുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. ഇത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ ചൂടൊക്കെ കൊണ്ടുവന്ന ഒരു സെറ്റായി കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റി ആവുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇതിന്റെ മീതെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എല്ലാം ഉരിയിച്ചത് ഇട്ട്. അത് ഉണ്ടാക്കണ നേരത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് പുറത്ത് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഇതൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ കൂട്ടണേന്റെ വീഡിയോ ആണ് കിട്ടിയോളൂ. ഇവരുടെ കാണുമ്പോ തന്നെ അറിയാട്ടോ, നല്ല മണവും നല്ല ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബിരിയാണിയുടെ. ബീച്ചിൽ പോയിപ്പോ ദേ അവിടെ നിന്ന് നല്ല നമ്മള് ചെറുപ്പത്തിലൊക്കെ കഴിക്കുന്ന ഒരു മിഠായി ഉണ്ട്. അത് നമുക്ക് വേണമെന്നിട്ട് വാങ്ങിയാണ്. ജസ്റ്റ് കാണിച്ചു ജസ്റ്റ് അത് ഇങ്ങനത്തെ മിഠായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മിഠായി. ഞങ്ങളൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവള് കഴിച്ചോണ്ടിരിക്കാണ്ട. നല്ല ടേസ്റ്റുള്ള ചെറുപ്പകാല മിഠായികൾ എന്നും പറഞ്ഞൊരു സെക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഞാൻ അത് വാങ്ങിച്ചോട്ടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണത്. ജസ്റ്റ് ആ പാക്കറ്റ് കാണിച്ച് അതേ കണ്ടോ, ഇതുപോലുള്ള നല്ല ടേസ്റ്റ് ആണല്ലേ. കഴിച്ചോ കഴിച്ചോ. നമ്മൾ പറയും തീന് വേണ്ടി വരില്ല. തീ ഫുള്ള് മാറ്റണം. നമ്മൾ നീരയില് കുറച്ച് തീ കോരിട്ടാൽ മതി. ബിരിയാണി ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് അതിനിപ്പോ ഇതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞൊന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പൊ ഉമ്മ ബിരിയാണി ഉണ്ടാക്കലും കഴിഞ്ഞ് ഉമ്മ കുളിക്കാനൊക്കെ ആയിട്ട് പോകണ്ടോന്ന്. അപ്പൊ ഞാനും കുളിക്കാൻ പോട്ടെ കേസ്. അപ്പൊ നമുക്ക് ഇനി ചോറിണ നേരത്ത് ഞാൻ വീണ്ടും വരാട്ടോ. അപ്പൊ ഉമ്മ ശരി എന്നാ, ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. ഓക്കെ. അപ്പോൾ ബിരിയാണിനെ പറ്റി ഒന്നും പറയാനില്ല, സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കൊടുങ്ങല്ലൂരിലുള്ള എൻ്റെ അനിയത്തിയുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.